Dear students, we know that planets are heavenly bodies that revolve around the sun. Sun is the center of the solar system. Now we will learn more about planets. There are 8 planets in the solar system. ഈ കാണുന്നത് സണ്ണ്, സണ്ണിനോട് അടുത്ത് നിൽക്കുന്നത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. 8 പ്ലാനറ്റ്സ് കണ്ടോ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഏറ്റവും ചെറിയ പ്ലാനറ്റ് ദേ മെർക്കുറി, വലുത് ജൂപ്പിറ്റർ. എർത്ത് ദേ ഇവിടെ മൂന്നാമത്തെ പ്ലാനറ്റ്. റിംഗ് ഉള്ള ഒരു പ്ലാനറ്റാണ് സാറ്റേൺ. കണ്ടോ? 8 പ്ലാനറ്റ്: മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. There are some planets that are smaller in size. ഈ പ്ലാനറ്റ്സിനേക്കാൾ സൈസ് ചെറുതായ കുറച്ച് പ്ലാനറ്റ്സ് ഉണ്ട്. അതിനെ ഡ്വാർഫ് പ്ലാനറ്റ് എന്നാണ് പറയുക. കുറച്ച് ഡ്വാർഫ് പ്ലാനറ്റിൻ്റെ പേര് മിസ് പറയാം, കേട്ടോണം. സെറസ്, പ്ലൂട്ടോ, എറിസ്. പ്ലൂട്ടോ 9th പ്ലാനറ്റായിട്ട് കൺസിഡർ ചെയ്തിരുന്നതാ. 2006 മുതൽ സൈസ് ചെറുതായതുകൊണ്ട് ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ടാണ് പ്ലൂട്ടോ അറിയപ്പെടുക. എല്ലാ പ്ലാനറ്റ്സും നോക്കിയാൽ അറിയാം സ്പെറിക്കൽ ഷേപ്പാ അല്ലേ? സ്പെറിക്കൽ ഷേപ്പാ. ദേ ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. സ്വന്തമായിട്ട് ഹീറ്റും ലൈറ്റും ഇല്ല. നമ്മൾ പഠിച്ചതാ അല്ലേ? ദേ ക്യാൻ ബി സീൻ ബിക്കോസ് ഓഫ് ദി ലൈറ്റ് റിസീവ്ഡ് ഫ്രം ദി സൺ. സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ടാണ് ഈ പ്ലാനറ്റ്സ് ഒക്കെ കാണാൻ പറ്റുക. We can see the other planets from Earth with our naked eyes, but they all look like stars. How do we differentiate the planets from stars? അറിയാമായിരുന്നോ ഈ കാര്യം? എർത്തിൽ നിന്ന് നോക്കിയ പ്ലാനറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് പ്ലാനറ്റ് ആണോ സ്റ്റാർ ആണോ എന്നെങ്ങനെ നമ്മൾ തിരിച്ചറിയും? എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? ഓർമ്മയുണ്ടോ പറഞ്ഞത്? സ്റ്റാർസ് twinkling stars. Planets do not. Planets don't have their own light. They reflect the sunlight that falls on them. പ്ലാനറ്റ്സിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. സ്റ്റാർസിന് അതുണ്ട്. സണ്ണൊരു സ്റ്റാറാണ്, നമ്മൾ പഠിച്ചു അല്ലേ? പ്ലാനറ്റ്സിന് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് റിഫ്ലക്റ്റ് ചെയ്യിക്കത്തേ ഉള്ളൂ. സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തേ ഉള്ളൂ. മനസ്സിലായോ ഡിഫറൻസ്? ഓൾ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദി സൺ ഇൻ എലിപ്റ്റിക്കൽ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. വാട്ട് ഈസ് ആൻ എലിപ്റ്റിക്കൽ പാത്ത്? ലുക്ക് ഹിയർ. ദിസ് ഈസ് എ circle, right? Yes, this is a circle. What do we call this figure? We call this figure an ellipse. ഇതാണ് എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. കണ്ടോ? സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ്. ഈ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. ഓൾ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദി സൺ ഇൻ എലിപ്റ്റിക്കൽ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദി സൺ ഇൻ fixed paths called orbits.
The path of each planet is elliptical. പ്ലാനറ്റ്സ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് എലിപ്റ്റിക്കൽ പാത്തിലൂടെ. ഈ എലിപ്റ്റിക്കൽ പാത്തിന് പറയുന്നതാണ് ഓർബിറ്റ്സ്. Dear students, write and study the names of the planets and read the textbook.